നമസ്കാരം. എഡിറ്റർ ലൈവ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. സെലിബ്രേറ്റിംഗ് 50 years. മജസ്റ്റിക് ജുവല്ലേഴ്സ്. തിരൂർ പുറത്തൂർ പടിഞ്ഞാറേക്കരയിൽ പുലിയെ പിടിക്കാനായി കൂട് സ്ഥാപിച്ചു. ബുധനാഴ്ച രാത്രിയാണ് കൂട് പടിഞ്ഞാറേക്കരയിൽ എത്തിച്ചത്. പുലി പതിഞ്ഞ ഭാഗത്ത് ആടിനെ കൂട്ടിലാക്കിയാണ് കെണിയൊരുക്കിയിട്ടുള്ളത്. പടിഞ്ഞാറേക്കരയിലേക്കുള്ള രാത്രിയാത്രയ്ക്ക് വിലക്കേർപ്പെടുത്തി. നമ്മുടെ നായ റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ പറഞ്ഞല്ലേ മുള തിരിക്കും. ക്യാമറയിൽ പുലി പതിഞ്ഞതോടെയാണ് കൂട് സ്ഥാപിച്ച് പിടിക്കാൻ വനം വകുപ്പ് തീരുമാനിച്ചത്. 2 ആഴ്ചയായി തുടരുന്ന പുലി അഭ്യൂഹങ്ങൾക്കാണ് ദൃശ്യങ്ങൾ ലഭിച്ചതോടെ വിരാമമായത്. ബുധനാഴ്ച രാവിലെ പ്രദേശത്ത് വനം വകുപ്പ് തിരച്ചിൽ നടത്തിയിരുന്നു. കാട്ടിലെപ്പള്ളിയിൽ 2 ആഴ്ച മുമ്പ് വളർത്തുനായ്ക്ക് നേരെ ആക്രമണമുണ്ടായിരുന്നു. ഈ വീടിന്റെ പരിസരത്താണ് ക്യാമറ സ്ഥാപിച്ചിരുന്നത്. ചൊവ്വാഴ്ച രാത്രിയാണ് ഇര തേടി പുറത്തിറങ്ങിയ പുലിയുടെ ദൃശ്യം ക്യാമറയിൽ തെളിഞ്ഞത്. ഇതിന്റെ സമീപത്താണ് പുതിയ കെണി ഒരുക്കിയിട്ടുള്ളത്. സ്പ്രേ അടിച്ചിട്ടുണ്ടാവും. ഇതൊക്കെ ഉണ്ടെങ്കിൽ ഈ പുലിയെ സംബന്ധിച്ചിടത്തോളം അത് വരില്ല. അപ്പൊ നമ്മളിവിടുന്ന് മാറിക്കഴിഞ്ഞാലാണ് ബാക്കി ഇപ്പോ നായേനെയും മാടിനെയൊക്കെ ഒന്നുകൊണ്ട് ഒന്ന് നമ്മള് രാവിലെ വാസന സോപ്പ് ഉപയോഗിച്ച് കുളിച്ചിട്ട് പോലും കാട്ടിൽ പോകരുത് എന്നുള്ളതാണ്. കാരണം നമ്മളെ സ്മെല്ല് പെട്ടെന്ന് ജീവികൾക്ക് ഏറ്റവും കൂടുതലുള്ളത് ഇറാണശക്തിയാണ്. അപ്പോൾ അത് ഈ മണം പിടിച്ചിട്ടാണ് കാഴ്ചശക്തിനെ കൂടുതൽ ഏറ്റവും സ്മെല്ല് പിടിക്കാനുള്ള കഴിവാണ്. കിലോമീറ്ററുകൾക്ക് അപ്പുറം മുതലേ അത് പിടിക്കും. അപ്പോൾ നമ്മളിപ്പോൾ ഈ ഇങ്ങനെ ഒരു ആംബിയൻസിൽ എന്തായാലും പുലി വന്നിട്ട് ഞാൻ കീഴടങ്ങുന്നത് എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നിട്ട് കയറൊന്നുമില്ല. അപ്പോൾ അത് ഇതേമാതിരി ആ ഏരേനെ ആ സ്മെല്ല് കിട്ടിയിട്ട് ഏരേൻ്റെ സ്മെല്ല് കിട്ടിയിട്ട് അതിനെ ഭക്ഷണം ആക്കാൻ വേണ്ടിയിട്ടാണ് ഇത് വരുന്നത്. അപ്പോൾ ആ രൂപത്തിൽ നമ്മൾ അതിനുള്ള ഒരു ഇത് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ് നമുക്ക് ചെയ്യാവുന്ന, ഞങ്ങൾക്ക് ചെയ്തു തരാൻ നിങ്ങൾക്ക് പറ്റുന്ന ഏറ്റവും വലിയ ഉപകാരം. ഇത് 2ാം തവണയാണ് മേഖലയിൽ പുലി എത്തുന്നത്. 13 വർഷം മുമ്പ് പടിഞ്ഞാറക്കര അഴിമുഖത്തെ കരിങ്കൽ ഭിത്തിയിലായിരുന്നു ആദ്യം പുലി എത്തിയത്. പുതിയ പുലി എങ്ങനെ എത്തിയെന്ന ആശയക്കുഴപ്പത്തിലാണ് നാട്ടുകാർ. ശക്തമായ മലവെള്ളപ്പാച്ചിലിൽ പുഴമാർഗം എത്തിയതാകുമെന്നാണ് പ്രാഥമിക നിഗമനം. പുലി ഉണ്ടെന്ന് ഉറപ്പിച്ചതോടെ നാട്ടുകാർ ഭീതിയിലാണ്. അസമയത്ത് പുറത്തിറങ്ങരുതെന്നാണ് അധികൃതർ നൽകിയിട്ടുള്ള പ്രധാന നിർദ്ദേശം. പടിഞ്ഞാറേക്കരയിലേക്ക് രാത്രി വരുന്നത് പോലീസ് വിലക്കിയിട്ടുണ്ട്. നാട്ടുകാർക്ക് പുറത്തിറങ്ങരുതെന്ന നിർദ്ദേശം നൽകിയിട്ടുമുണ്ട്. വനം വകുപ്പും പോലീസും സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുകയാണ്. എഡിറ്റർ ലൈവ് പടിഞ്ഞാറേക്കര. ഓൾമോസ്റ്റ് എല്ലായി. ഈ ഒരു ഡിസൈൻ മാത്രം കണ്ടില്ല. അതിനെന്താ, മോൾ ആ ഡിസൈൻ ഞങ്ങൾക്ക് അയച്ചത്. ഞങ്ങൾ അതേപോലെ ഡിസൈൻ ചെയ്ത് മാല വീട്ടിലെത്തിക്കാം. ആഹാ, അത് കൊള്ളാലോ. ഇപ്പൊ എന്നെ ഡിസൈൻ അയച്ചുതരാം. അപ്പൊ അനക്ക് വേണ്ടല്ലേ? സെലിബ്രേറ്റിംഗ് 50 years. മജസ്റ്റിക് ജുവല്ലേഴ്സ്.